അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെല്ലാവരും പരിശുദ്ധമായ സഫർ മാസത്തിലാണുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സഫർ മാസത്തിൻ്റെ ഈ പുണ്യമായ ദിനരാത്രങ്ങളിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ഒന്നിച്ച് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ ഈ സഫർ മാസത്തിലെന്നല്ല, എല്ലാ മാസത്തിലും എല്ലാ ദിവസത്തിലും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഏതാണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. 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 അഊദു ബിക
ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم
ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, അത് വമ്പൻ ശ്രേഷ്ഠതയാണ് എല്ലാ ഇസ്മിനും. പ്രത്യേകിച്ച് സഫർ മാസത്തിൽ പറഞ്ഞാൽ ദുശ്ശകുനമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസമുള്ള എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടിമായ്ക്കപ്പെടാനുള്ള ഒരു സ്പെഷ്യൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഏതാണ് ആ ഇസ്മ? യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം,
യാ ദൽ ജലാലി വൽ ഇക്റാം 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 യാ ദൽ ജലാലി വൽ ഇക്റാം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട മറ്റൊരു ഇസ്മാണ്, രണ്ട് ഇസ്മുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഇസ്മ. അത് പറഞ്ഞാൽ കിട്ടുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനം കിട്ടുമെന്നാണ്. അള്ളാഹിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മുഅ്മിനായ മനുഷ്യന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടുക. ഏത് ഇസ്മു പറഞ്ഞാലാണ് ആ സ്ഥാനം കിട്ടുക എന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകി. ഏതാണത്? യാ ഹയ്യൂ യാ ഖയ്യൂം 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 യാ ഹയ്യൂ യാ ഖയ്യൂം. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു പേര്, ആ ഒരു ഇസ്മ, ഇത് ഇസ്മുൽ ആളം ആണ്, ഏറ്റവും ഉന്നതമായ പേരാണെന്ന് പോലും മഹത്തുക്കൾ നമുക്ക് പരിചയപ്പെടുത്തി നൽകിയ നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, എല്ലാവിധ ഇടങ്ങേറുകളും മാറി സുഖവും സന്തോഷവും ഉണ്ടാവാൻ മുത്ത് റസൂൽ നമുക്ക് പറഞ്ഞു നൽകിയ
ഒരു പേരാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന പേരാണ്, നമ്മളെല്ലാവരും സ്ഥിരമായി പറയുന്ന പേരാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. യാ ലത്തീഫു യാ അല്ലാഹ്, 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 യാ ലത്തീഫു യാ അല്ലാഹ്. അപ്പോൾ ഇനി സഫർ മാസത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു അടുത്ത ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് സ്വർഗത്തിൻ്റെ അവകാശികളാണ് ഈ ദിക്ർ പറയുന്നതെന്നാണ്. ഈ ദിക്ർ പറയാൻ പറ്റിയാൽ അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണെന്നാണ് മഹത്തുക്കൾ പറയുന്നത്. ഏതാണ് ആ ദിക്ർ? اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام. മുഹറം മാസത്തിൽ നമ്മൾ ചൊല്ലിയ ഒരു ദിക്റുണ്ട്.
മുഹറം മാസത്തിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ആയത്താണ്, അതൊരു ദിക്റാണ്, തസ്ബീഹാണ്, ഒരു ദുആയാണ്. അത് നമ്മൾ പറഞ്ഞിരുന്നു. അത് നമുക്ക് ഈ മാസത്തിലും, കാരണം ആ ഒരു ദിക്റ് പറഞ്ഞാൽ ഇടങ്ങേറുകൾ മാറുമെന്നാണ്, നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി നൽകുമെന്നാണ്. സഫർ മാസത്തിലും ഒരുപാട് പ്രശ്നത്തിലും പ്രതിസന്ധിയിലും അകപ്പെട്ടുപോയ ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറാൻ ഈ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ ഒരു ദുആ നമുക്കൊന്നിച്ചു പറയാം. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين ഏത് മാസത്തിലാണെങ്കിലും ഏത് ദിവസത്തിലാണെങ്കിലും ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും അത്യാവശ്യ കാര്യമാണ്. നമ്മൾ പറയുന്ന നാവ് കൊണ്ട് പറയുന്ന ഇസ്തിഗ്ഫാർ തൗബയുടെ വചനമാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്. ഏതാണ് ഇസ്തിഗ്ഫാറിൻ്റെ തൗബയുടെ വചനം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ وأتوب إليه أستغفر الله العظيم من كل ذنب 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 وأتوب إليه أستغفر الله العظيم
العظيم من كل ذنب وأتوب إليه أستغفر الله 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 العظيم من كل ذنب وأتوب إليه أفضل الذكر നമ്മുടെ ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ താക്കോൽ എന്നുവരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഒരു ദിക്റാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും ചൊല്ലുന്ന ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അടുത്തതായി നമ്മളിലേക്ക് കടന്നു വരികയാണ്, മൂന്നാമത്തെ മാസമായി. അപ്പോൾ അതിനു മുമ്പേ ഈ സഫർ മാസത്തിലെ നമുക്ക് സ്വലാത്തുകൾ ഒരുപാട് അധികരിപ്പിക്കേണ്ടതുണ്ട്. സഫർ മാസത്തിൽ നിന്നല്ല, ഏത് മാസത്തിലും നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ് അദദു സ്വലാത്ത്. ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ കൂലിയാണല്ലോ. നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് അദദു സ്വലാത്ത് ചൊല്ലാം. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله.
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്വലാത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാനും ആ റൗദയിൽ ചെന്ന് സലാം പറയാനും നബി തങ്ങളുടെ ഇഷ്ടം കരഗതമാക്കുവാനും ഒക്കെ നമുക്ക് പറ്റുന്നൊരു സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ്. ഈ സ്വലാത്ത് നിത്യമാക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. اللهم صل على النبي الأمي وعلى آله وصحبه وسلم. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നവർ ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നതാണ്. അപ്പോൾ ഈ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ ഈ അമൽ, ഞങ്ങൾ ചെയ്ത ഈ അമൽ ഇത് നീ സ്വീകരിക്കണേ എന്ന് അല്ലാഹുവിലേക്ക് പറയലും നമുക്ക് ബാധ്യതയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു ദുആ വിശുദ്ധമായ ഖുർആനിൽ കാണാം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അവർ ദുആ ചെയ്തു, റബ്ബേ ഈ കഅബ പൂർത്തിയാക്കിയത്, കഅബ പണിതത് നീ സ്വീകരിക്കണേ എന്ന്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്തു പോകുന്ന എല്ലാ നല്ല അമലുകളും നീ സ്വീകരിക്കണേ എന്ന് അല്ലാഹുവിലേക്ക് നമ്മൾ ഏറ്റുപറയാൻ ഈ ദുആ പര്യാപ്തമാണ്. നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം ഇത് പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് നമുക്ക് ഈ ദുആ പറയാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്വലാത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലിയാലും ഒരുപാട് പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏത് സ്വലാത്ത് ചൊല്ലിയാലും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമുക്ക് സ്ഥിരമായി ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ. ഇത് നമുക്ക് സ്ഥിരമായി ചൊല്ലാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഇനി പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെയും നമ്മുടെ ദിക്ർ, നമ്മുടെ ദുആ, നമ്മുടെ തസ്ബീഹ്, സ്വലാത്ത് എല്ലാത്തിനെയും അല്ലാഹു ചൊല്ലിയതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഇനിയും ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഓരോ ദിവസവും നമുക്ക് ഒരുപാട് വട്ടം ചൊല്ലാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും
നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ എഴുതുന്നുണ്ട്. അല്ലാതെ ഫോണിൽ വിളിച്ചും നേരിട്ടുമൊക്കെ കണ്ട് ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ചെറിയൊരു ദുആ നമ്മൾ നടത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത് എല്ലാത്തിനെയും അല്ലാഹു ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദിക്റും ഞങ്ങളുടെ ദുആയും ഞങ്ങളുടെ തസ്ബീഹും ഞങ്ങളുടെ നിസ്കാരവും നോമ്പും ഞങ്ങളുടെ ഖുർആൻ പാരായണം ഞങ്ങളുടെ ഹജ്ജ് ഞങ്ങളുടെ ഉംറ അല്ലാഹു ഞങ്ങളുടെ സ്വതക്കകൾ ഞങ്ങളുടെ എല്ലാ അമലുകളും നീ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് വട്ടം നന്മകൾ ചെയ്യാൻ, ഒരുപാട് വട്ടം ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാനൊക്കെ തൗഫീക്ക് നൽകണേ അല്ലാഹു. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗ്ഗം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ ദുആ വസിയത്ത് പറയാറുണ്ട്. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹു, ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ലാഹ്, സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹ്, രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. പകർച്ചവ്യാധികളെ തൊട്ടും അതുപോലെ തന്നെ ഒരുപാട് കിടന്നു പോകുന്ന അസുഖങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനെ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള അസുഖങ്ങൾ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ശാരീരികമായ മാനസികമായ മുഴുവൻ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ ഭാര്യമാരുടെ, ഞങ്ങളുടെ സന്താന പരമ്പരകളുടെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ നാട്ടുകാർ, ആരെല്ലാം എന്തെല്ലാം അസുഖങ്ങളായി കഴിയുന്നുണ്ടോ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവൻ, ലക്ഷക്കണക്കിന് രൂപ കടം കൊടുത്തത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, നീ അതെല്ലാം എളുപ്പമാക്കി തരണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വീട് നീ കൊടുക്കണേ അല്ലാഹ്. വീട് പണി പൂർത്തിയാവാൻ ദ്വാരക്കാൻ പറഞ്ഞവർ വേഗത്തിൽ നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ സന്താനങ്ങളെ അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ച് നൽകണേ അല്ലാഹ്. അല്ലാഹു, ആധുനിക കാലഘട്ടം മോശപ്പെട്ട കാലമാണല്ലോ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കള്ളു കുടിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ലഹരിക്കടിമയാകുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ, മക്കളുടെ ദുസ്വഭാവം മാറാൻ, ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ പരസ്പരം ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. റഹ്മാനെ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ആരെല്ലാം ദുആ ചെയ്യാൻ പറയുന്നുണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ഈ പറയപ്പെടുന്ന ഇബാദത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ദിക്ർ ചൊല്ലുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ നീ ഐശ്വര്യവും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, വരൾച്ചയാണ് പല പ്രദേശത്തുമുള്ളത്, വെള്ളമില്ലാതെ ആളുകൾ കഷ്ടപ്പെടുകയാണ്. ഖൈറായ മഴ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പല പ്രദേശത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, ആരെല്ലാം എവിടെയെല്ലാം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടോ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് ലോക മുസ്ലിമീങ്ങൾക്ക്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവേ നീ ഖൈറും സലാമത്തും നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഞങ്ങളോട് ദുആരക്കാൻ പറഞ്ഞവര്, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ, കമന്റുകൾ രേഖപ്പെടുത്തുന്നവർ. റഹ്മാനെ പടച്ചവനെ, ആ
പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ, അവരുടെ കച്ചവടത്തിൽ, അവരുടെ എല്ലാ ഇടപാടുകളിലും നീ ഖൈറും സലാമത്തും ഏറ്റി നൽകണേ അല്ലാ. പരിശുദ്ധമായ സഫർ മാസത്തിലാണ് ഞങ്ങളുള്ളത് റഹ്മാനെ. ഈ സഫർ മാസത്തിലെ എല്ലാ ഖൈറാത്തുകളും നൽകണേ അല്ലാ. എല്ലാ ഷർറ് ബലാ മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഈ സഫർ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. കഴിഞ്ഞുപോയ മുഹറം മാസത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള അമലുകൾ സ്വീകരിക്കണേ അല്ലാ. വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാട് തസ്ബീഹുകളും ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് മൗലിദുകളും ചൊല്ലാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. സ്വലാത്തു ചൊല്ലി മദീനയിൽ ചെല്ലാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم